ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. രാവിലെ തന്നെ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് മീൻ, പച്ചക്കറി ഇതൊക്കെ ആയിട്ട് വന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. എനിക്കിന്ന് കിട്ടിയ മീനാണെങ്കിൽ ചൂര മീനാണ് കേട്ടോ. അപ്പോൾ ചൂരയുടെ ഒരു കഥയൊക്കെ പറയാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യലും. പിന്നെ ചന്തയിൽ പോയപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് വട, മോദകം ഇതൊക്കെ മേടിച്ചായിരുന്നു. വീട്ടിൽ വന്ന ഉടനെ ചായ ഇട്ട് അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞതാണ്. പരിപ്പോടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അപ്പം തോന്നി വീട്ടിൽ വന്നിട്ട് ഒരു ചായയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ കടിയൊക്കെ കൂട്ടി കഴിക്കാം. അങ്ങനെ അത് പൊതി തുറന്നപ്പോഴത്തേക്ക് പരിപ്പ് വട, മോദകം, പിന്നെ ഗുണ്ടുണ്ടായിരുന്നു. അത് വന്നപ്പം തന്നെ മോള് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ തേങ്ങയൊക്കെ തിരുവി വെച്ചിട്ട് മീൻ കണ്ടിക്കാനായിട്ട് ചട്ടി മീനും എടുത്തിട്ട് പുറത്തോട്ട് പോയി പുറത്തിരുന്നേ കണ്ടിക്കാറുള്ളത്. ഈ ചൂരയ്ക്ക് പിന്നിലൊരു ഗോസിപ്പുണ്ട് കേട്ടോ. എൻ്റെ അമ്മാമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതൊരു കഥയാണ്, ഒരു കെട്ടുകഥയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ പണ്ട് രാക്ഷസന്മാരുടെ തുട വെട്ടിയിട്ട് കടലിലെറിഞ്ഞ് അങ്ങനെയാണ് ഈ ചൂരമീൻ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇതൊരു ഗോസിപ്പാണ്, ഉള്ളതൊന്നുമല്ല. മീനെല്ലാം കണ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് വെള്ളമൊക്കെ ഞാൻ അതുപോലെ തന്നെ എൻ്റെ കോവൽ ചെടിയുടെ ചവിട്ടിക്കൊണ്ടൊഴിച്ചു. കോവലിൽ ഒന്നുകൂടി പുതിയ തളിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എലിയെ പേടിച്ച് ഞാൻ മിക്സി താഴെ കബോർഡിലാണ് വെക്കുന്നത്. അരയ്ക്കാൻ്റെ സമയമാകുമ്പോൾ മാത്രമേ ഞാൻ അത് പുറത്തെടുത്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ മീൻകറിക്കുള്ള അരപ്പിനുള്ള തേങ്ങ, കൊച്ചുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള പുളി, പിന്നെ ഉലുവാപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ച് ചട്ടിയിലോട്ട് അരപ്പെല്ലാം ചേർത്തിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, തക്കാളി, ഉണ്ടമുളക് അതാണ് അരിഞ്ഞിട്ടത് കേട്ടോ. എന്നിട്ട് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂര കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒരു ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മീൻ പൊരിക്കാൻ വെച്ചു. മീൻ മസാലയൊക്കെ ചേർത്ത് കേട്ടോ. മസാലകൾ അറിയാമല്ലോ, മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ലേശം ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ അത് പൊരിക്കാനായിട്ട് വെക്കുന്നത്. പിന്നെ തോരനായിട്ട് ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അരപ്പെല്ലാം അരച്ചിട്ട് ഞാൻ പിന്നെ ഒരു ചീനച്ചട്ടിയിലോട്ട് കടുക്, പിന്നെ നമ്മുടെ ഉഴുന്നുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച്, അതായത് ഒരു കറുത്ത കളറാകുമ്പോഴത്തേക്ക് ഞാൻ ഈ തോരനുള്ള ക്യാബേജ് തട്ടിയിടുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ അരപ്പെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയും കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് തട്ടി പൊത്തി വെക്കുന്നുണ്ടേ. ചോറും കറിയൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ അടുക്കി പറക്കി വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ചോറ്, മീൻകറി, തോരൻ, മീൻ പൊരിച്ചതൊക്കെ വെച്ചിട്ട് ഞാനും മോളും കൂടെ കഴിക്കുന്നുണ്ട്. മോൾക്ക് മീൻകറിയും ചോറും ഉണ്ടെങ്കിൽ അവൾ ഒരു പ്ലേറ്റ് ചോറ് കാലിയാക്കും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ്, അത്രയ്ക്ക് മീൻ കൊതിച്ചിയാണ് അവൾ. പിന്നെ ചോറ് വാരി കൊടുത്താലേ പുള്ളിക്കാരി തിന്നോളൂ കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഷാട്ടി എൻ്റെ മോക്കുണ്ടേ.